Question number: calculate mean kinetic energy of 1 gram molecules of hydrogen at STP. Given density of hydrogen at STP is 0.09 kilogram meter raised to minus 3 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുക. 3000 ജൂൾ, ഓപ്ഷൻ 2 3303 ജൂൾ, ഓപ്ഷൻ 3 3403 ജൂൾ, ഓപ്ഷൻ 4 3503 ജൂൾ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനാണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിവിടെ എന്ത് എഴുതാം? ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു 0.09 കിലോഗ്രാം മീറ്റർ റേസ് ടു മൈനസ് 3 എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. കൂടാതെ വോളിയം നമുക്ക് കണ്ടെത്തണം. വോളിയം ഒക്യുപ്പൈഡ് ബൈ 1 mole ഓഫ് ഹൈഡ്രജൻ ആറ്റം അറ്റ് STP എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? വോളിയം occupied by 1 mole of hydrogen atom, 1 mole of hydrogen atom at STP. നമുക്കറിയാം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് STPയിലായതുകൊണ്ട് 22.4 ലിറ്റർ ആണ്. അതായത് 22.4 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് ആണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്ത ഒരു പോയിന്റ് നോക്കാം. മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് അറ്റ് STP. അപ്പോൾ നമുക്കിവിടെ 22.4 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.09 ചെയ്യുകയാണെങ്കിൽ 2.016 ഇൻറ്റു 10⁻³ കിലോഗ്രാം എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ നിന്നും കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടെത്തണം? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പ്രകാരം നമുക്കിവിടെ പ്രഷർ നമുക്കറിയാം. പ്രഷർ STP എന്ന് പറയുമ്പോൾ 1.01 ഇൻറ്റു 10⁵ പാസ്കലാണ് എന്നുള്ളത് അറിയാം. ഇനി നമുക്ക് എന്താ കണ്ടെത്തണം? VRMS അല്ലെങ്കിൽ CRMS കണ്ടെത്തണം. CRMS ഈസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? √3p ഡിവൈഡഡ് ബൈ റോ ആണ്. അപ്പോൾ √3p/ρ എന്ന് പറയുമ്പോൾ √3 ഇൻറ്റു 1.01 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ 0.09 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 18.37.5 മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്നുള്ളത് കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ആണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കുക. ആവറേജ് കൈനറ്റിക് എനർജി പെർ മോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല ½ m/c² ആണ്. അപ്പോൾ ഹാഫ് നമ്മൾ കൊടുക്കുന്നു. m എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 2.016 ഇൻറ്റു 10⁻³ ആണ്. c എന്ന് പറയുമ്പോൾ 1837.5 ഹോൾ സ്ക്വയർ ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കത് 3403.4 ജൂള് എന്ന് പറയുന്ന റിസൾട്ടായിരിക്കും നമുക്കിവിടെ ഫോം ചെയ്ത് തരിക. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് മാറുന്നത്. കിട്ടിയില്ലേ? അപ്പോൾ നല്ലൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. നല്ല രീതിയിൽ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.